ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന 2 ചട്ടി മയക്കുന്ന കേട്ടോ. മൺചട്ടി എങ്ങനെയാ മയക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാം. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ ചട്ടി മയക്കിയെടുത്ത് അതിൽ കറി വയ്ക്കാമേ. അപ്പോൾ എങ്ങനെയാ ചട്ടി മയക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ 2 ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. നല്ല ചട്ടിയായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള 2 ചട്ടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ചട്ടി നമുക്ക് മയക്കിയെടുക്കണം. അപ്പോൾ രണ്ടും 2 രീതിയിലാണ് ഞാൻ മയക്കുന്നത്. അപ്പോൾ രണ്ട് ചട്ടി നമുക്ക് നല്ലതുപോലെ ആദ്യം ഒന്ന് കഴുകിയെടുക്കണം. വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുത്ത ശേഷം അതിലേക്ക് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒരു സ്ക്രബ്ബർ വെച്ചൊന്ന് തേച്ച് കഴുകാം. അപ്പോൾ ഈ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഭാഗമുള്ള അത് വെച്ച് നമുക്ക് നല്ലതുപോലെ ഉരച്ച് കഴുകാം. കടലമാവ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും മതിയേ. ഈ നല്ലതുപോലെ നമുക്കൊന്ന് തേച്ച് കഴുകിയ ശേഷം നമുക്ക് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ 2 ചട്ടി ഇതുപോലെ തന്നെ കടലമാവ് ഉപയോഗിച്ച് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് നമുക്ക് ഞാൻ 2 ചട്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചട്ടിയിലേക്ക് ആദ്യം ഈ ചട്ടി നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ ചട്ടി നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇപ്പോൾ ഒരു ചട്ടി മയക്കം നമുക്ക് ആദ്യം കാണിക്കാം. ആ ചട്ടിയിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കും തേയിലപ്പൊടിയാണ്. ചായപ്പൊടി, തേയിലപ്പൊടി എന്നൊക്കെ പറയുമല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 സ്പൂൺ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഈ ചട്ടി അടുപ്പിൽ വെച്ചാട്ടോ, വിറകടുപ്പിൽ വെച്ചാണ് ഞാൻ മയക്കിയെടുക്കുന്നത്. മറ്റേ ചട്ടിയിൽ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അരി ഊറ്റിയ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ചോറ് ഊറ്റിയ വെള്ളം നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലിവിടെ ഇരിക്കട്ടെ. അടുപ്പിലെ മൺചട്ടി ആദ്യം മയക്കിയെടുക്കാമേ. അപ്പോൾ തീയൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇത് തിളച്ചൊന്ന് പറ്റി വരണം. മുഴുവനായിട്ട് പറ്റി വരണ്ട, നിറച്ച് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ, ഏകദേശം 3/4 ഭാഗം ഒന്ന് പറ്റി വരണേ. നല്ലതുപോലെ വെട്ടി തിളയ്ക്കണം കേട്ടോ. നല്ലതുപോലെ വെട്ടി തിളയ്ക്കട്ടെ. ഇത് നല്ലതുപോലെ പറ്റി വരണേ. ഇതിപ്പോൾ നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്ക് ഇതുപോലെ തടിയുടെ തവി വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പല രീതിയിലും ചട്ടി മയക്കാം അല്ലേ. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ അമ്മ ചട്ടി മയക്കിക്കൊണ്ടിരുന്ന ഉമ്മിക്കരി വെച്ചാണ്. ഉമ്മി ചട്ടിക്കകത്ത് ഉമ്മി നിറച്ച് അത് നല്ലതുപോലെ ഉമ്മിക്കരി വറുത്തെടുക്കും. അപ്പം ചട്ടി മയങ്ങി കിട്ടുമായിരുന്നേ. തിളച്ച് പറ്റി ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളം ഉണ്ടല്ലോ, തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് കളഞ്ഞ ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെള്ളം ഒന്ന് കളഞ്ഞു കൊടുക്കാം. ഇത് കണ്ടോ, ഇത് നിറച്ച് വെച്ച് അത്രയും ഭാഗം കളർ പിടിച്ചിരിക്കുന്ന കണ്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചട്ടി മയക്കാണ് നമുക്ക് മേടിച്ച് അന്ന് തന്നെ ഉപയോഗിക്കാമേ. ഇതുണ്ട് നല്ലതുപോലെ ഞാൻ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മളത് ചെയ്യുന്നതിലേക്ക് വീണ്ടും കടലമാവ് ഇട്ട് കൊടുക്കുകയാണ്. കടലമാവ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും നമ്മൾ ആദ്യം കഴുകിയതുപോലെ നമുക്ക് കഴുകിയെടുക്കണേ. നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കാമേ. ഞാൻ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് നല്ലതുപോലെ ഒരു കോട്ടൺ തുണി വെച്ചൊന്ന് തുടച്ചെടുക്കണം. ഈ വെള്ളമയം മൊത്തം തുടച്ച് കളയണം. കണ്ടോ, നല്ലതുപോലെ ചട്ടി കരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തുണി വെച്ച് നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കണമേ. നമ്മൾ തേയിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൻ്റെ ചൂടാറിയ ശേഷം മാത്രമേ ചട്ടി കഴുകിയെടുക്കാവുള്ളൂ. നല്ലതുപോലെ ചൂടാറിയ ശേഷം കേട്ടോ ഞാൻ ചട്ടി കഴുകിയെടുത്തത്. ഇനി മറ്റേ ചട്ടി നമുക്കൊന്ന് ഗ്യാസിൽ വയ്ക്കാം. അപ്പോൾ കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നല്ലതുപോലെ തിളച്ച് പറ്റട്ടെ. അതും മുഴുവനായിട്ട് പറ്റേണ്ട ആവശ്യമില്ല, പകുതിയോളം പറ്റിയെടുത്താൽ മതിയേ. അപ്പോൾ അത് നല്ലതുപോലെ തിളച്ച് പറ്റി വരുന്നുണ്ട്. അത് ചൂടാറിയ ഇത് കളഞ്ഞിട്ട് ചൂടാറിയിട്ടാട്ടോ നമ്മൾ കഴുകിയെടുക്കുന്നത്. ഇതാണ് നല്ലതുപോലെ ചൂടാറി. ഇനി നമുക്ക് ഈ വെള്ളം കളയാം. വെള്ളം കളഞ്ഞ ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാമേ. 3-4 ദിവസം കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ച് വേണമെങ്കിലും നമുക്ക് ചട്ടി മയക്കിയെടുക്കാം. അങ്ങനെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതും കടലമാവ് ഇട്ട് തന്നെ കേട്ടോ കഴുകിയെടുക്കുന്നത്. ഞാൻ കടലമാവ് ഇല്ലെങ്കിൽ ഗോതമ്പൊടി ആയാലും മതിയേ. നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കാം. സോപ്പ് ഉപയോഗിച്ച് മൺചട്ടി കഴുകല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കഴുകിയെടുക്കാമേ. നല്ലതുപോലെ കഴുകിയ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുണി കൊണ്ട് നമുക്ക് നല്ലതുപോലെ തുടച്ച് ഈ വെള്ളം എല്ലാം ഒന്ന് ഒപ്പിയെടുക്കണം. അതിനുശേഷം നമ്മളിതിലേക്ക് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കണേ. അപ്പോൾ നല്ലതുപോലെ തുണിയിട്ട് കോട്ടൺ തുണി കൊണ്ട് നല്ലതുപോലെ ഒന്ന് തുടച്ച് ഉണക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ചട്ടി മുഴുവനായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പം ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷും കൊണ്ട് പിടിപ്പിക്കാം. അതിലും നല്ലത് കൈ കൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കുന്ന കേട്ടോ. അപ്പം ഞാൻ ബ്രഷും കൊണ്ട് ആദ്യം തൂത്ത് കൊടുത്ത ശേഷം ഞാൻ കൈ കൊണ്ട് തന്നെ തൂത്ത് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് തൂത്ത് കൊടുക്കുന്നതാണ് നമുക്ക് ഏതാവേ. അപ്പോൾ നല്ലതുപോലെ അകവും പുറവും നല്ലതുപോലെ ഒന്ന് എണ്ണ തേച്ച് പിടിപ്പിക്കണേ. ഈ എണ്ണ മുഴുവൻ ഈ ചട്ടി വലിച്ച് എടുക്കുവേ. അതിന് ശേഷം നമുക്ക് വീണ്ടും അടുപ്പയിൽ വെച്ചൊന്ന് നമുക്കൊന്ന് പാകപ്പെടുത്തിയെടുക്കണം. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് എണ്ണ തേച്ച് പിടിപ്പിച്ച് നമ്മൾ വയ്ക്കുന്നുണ്ട്. ചട്ടി മുഴുവനായിട്ട് എണ്ണ പിടിക്കും കേട്ടോ. രണ്ടാമത്തെ ചട്ടിയിൽ ഞാൻ അതുപോലെ എണ്ണ ഒഴിച്ചു കൊടുത്ത് മുഴുവനായിട്ട് തൂത്ത് കൊടുക്കുന്നുണ്ട്.
നമ്മൾ ഈ ചട്ടി ഇങ്ങനെ മയക്കിയെടുക്കുകയാണെങ്കിൽ മയക്കുന്ന ഉടനെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. കുറേ കാലം എത്ര നാൾ വേണമെങ്കിലും ചട്ടി നമ്മുടെ കയ്യിൽ നിന്ന് തറയെ വീണ് പൊട്ടിപ്പോയാൽ പോകുന്നല്ലാതെ നമുക്ക് ഈ ചട്ടി നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുമേ. പിന്നെ ഗ്യാസിലൊക്കെ വയ്ക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കണം. കൂട്ടി വെച്ചാലും ചട്ടി ഇല്ലാണ്ടായി പോവേ. നല്ലതുപോലെ എണ്ണയൊക്കെ തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് ഈ ചട്ടിയൊന്ന് ആദ്യം ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതാണ്ട് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ അതിലേക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് ഇളക്കിയൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനിയും സവാളയ്ക്ക് പകരം തേങ്ങയായാലും മതിയേ. തേങ്ങ ഇട്ട് വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, രണ്ടും ചെയ്താലും മയങ്ങി വരുവേ. ഉള്ളി നമ്മൾ നല്ലതുപോലെ മൂപ്പിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചട്ടി അത് അടുപ്പിൽ വെച്ചാണ് നമ്മൾ അടുപ്പിൽ വെച്ച് മയക്കിയ ചട്ടി അടുപ്പിൽ തന്നെ വെച്ചാണ് ഞാൻ ഉള്ളി മൂപ്പിച്ചെടുക്കുന്നത്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഉള്ളി മൂപ്പിച്ചെടുക്കാമേ. അപ്പോൾ നമ്മുടെ 2 ചട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചട്ടി നമ്മുടെ മഴക്കാലമൊക്കെ അല്ലേ, ചട്ടി ചിലപ്പോൾ പൂപ്പൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാമേ. അപ്പോൾ നല്ലതുപോലെ മൂപ്പിച്ചു അതും കളഞ്ഞ ശേഷം നമുക്ക് ചട്ടി നല്ലതുപോലെ കഴുകി നമുക്ക് നല്ലതുപോലെ തുടച്ചുണക്കിയെടുക്കാം. ഒന്നെങ്കിൽ അടുപ്പിൽ വെച്ച് ഉണക്കിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വെയിലുണ്ടെന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാം. വെള്ളമയം കാണാതെ തന്നെ സൂക്ഷിച്ച് വെക്കണേ നമ്മൾ ചട്ടിയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം. ഇനിയും പൂപ്പൽ പിടിക്കാതിരിക്കാൻ ഞാൻ ചെയ്യുന്നത് കണ്ടോ, ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് പേപ്പറിൽ നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞ ശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്നാൽ മതി. ഈ ചട്ടിക്കകത്ത് പൂപ്പൽ പിടിക്കില്ല കേട്ടോ. നല്ലതുപോലെ ഉണങ്ങിയ ചട്ടി ഇതുപോലെ സൂക്ഷിച്ചാൽ മതിയേ. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ചട്ടി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ വെച്ചത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ചട്ടി മയക്കി നോക്കണം. അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾ സൂക്ഷിച്ചും വയ്ക്കണം കേട്ടോ. അപ്പോൾ ചട്ടി പൂപ്പൽ പിടിക്കൂലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ 2 ചട്ടി മയക്കുന്ന രീതി ഞാൻ കാണിച്ചു തന്നു. ഒരുവിധപ്പെട്ട എല്ലാവർക്കും ചട്ടി മയക്കാൻ അറിയാം. കാരണം മൺചട്ടി ഇല്ലാത്ത വീട്ടിലല്ലോ. കാരണം മീൻചട്ടി നമ്മൾ മീൻ കറി വയ്ക്കുന്നത് എന്തായാലും മൺചട്ടിയിലല്ലേ. പിന്നെ നമ്മൾ മീൻ കറി വയ്ക്കുന്ന ചട്ടിക്കകത്ത് വേറെ കറികളൊന്നും വെക്കാതിരിക്കാനും നോക്കണം കേട്ടോ. അപ്പോൾ 2 ചട്ടി നല്ല അടിപൊളിയായിട്ട് നമ്മൾ മയക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് തന്നെ നമുക്കിത് കറി വയ്ക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. പല രീതിയിലും നമ്മൾ ചട്ടി മയക്കും. അപ്പോൾ നമുക്ക് ഏതാണോ എളുപ്പമുള്ള രീതി നമ്മൾ അതിൽ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക് യു.